ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കണ്ടോ, ഇതേപോലുള്ളൊരു പൂവ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ്. അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടാലോ. അപ്പോൾ ഇതിന് ടിഷ്യൂ പേപ്പർ തന്നെ വേണമെന്നില്ല കേട്ടോ. വേണേ A4 പേപ്പർ എടുക്കാം, അല്ലെങ്കിൽ നമ്മളെ നോട്ട് ബുക്കിലെ പേജ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഞാൻ അവിടെ ടിഷ്യൂ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. ടിഷ്യൂ പേപ്പറാണെങ്കിൽ കുറച്ചും കൂടെ എഫക്റ്റ് കിട്ടും, അതുകൊണ്ടാണ്. എൻ്റേതാണെങ്കിൽ എഫക്റ്റൊക്കെ കിട്ടും, പക്ഷേ ഞാൻ ഇവിടെ ടിഷ്യൂ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇത് വെച്ചിട്ട് അതിൻ്റെ ഒന്ന് വെട്ടിയെടുക്കണം. അപ്പോൾ നമുക്ക് ഒരു ട്രയാങ്കിൾ ഷേപ്പായിട്ട് കിട്ടും, ചതുരം. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നമ്മളൊന്ന് ഇങ്ങനെ മടക്കി കൊടുക്കണം. അതാണ് മെയിൻ സ്റ്റെപ്പ്. എന്നിട്ട് അങ്ങനെ മടക്കി കൊടുത്തിട്ട് ഞാൻ ഈ തുമ്പ് വെട്ടി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം ഇല്ലെങ്കിൽ അതൊരു ഇത് ആയിപ്പോവും. പിന്നെ ഞാൻ തുമ്പ് ഇതെങ്ങനെ വെട്ടി കൊടുക്കുന്നുണ്ട്, കുറച്ച് ഇതായിപ്പോയി, അതുകൊണ്ട് തന്നെ ഞാൻ തുമ്പ് ഇങ്ങനെ വെട്ടി കൊടുക്കുന്നുണ്ട്, കുറച്ചുകൂടെ ഇത് തോന്നാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഞാൻ ഇവിടെ ചെയ്യുന്നത് സൈഡ് ഒരു റൗണ്ട് ഷേപ്പിൽ ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതുപോലെ തന്നെ മറ്റേ സൈഡും ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഞാൻ ഇതിൻ്റെ നടുക്കായിട്ട് നൂലുകൊണ്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇത് വേണേൽ കമ്പി കൊണ്ട് ചെയ്യാവുന്നതാണ്. കമ്പി കൊണ്ട് ചെയ്താൽ കുറച്ചുകൂടെ എഫക്റ്റ് കിട്ടും. എൻ്റെ വീട്ടിൽ കമ്പി ഇല്ലാത്തതുകൊണ്ട് ഞാൻ നൂലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നൂലുകൊണ്ട് ചുറ്റി കൊടുത്തിട്ട് അതൊന്ന് വെട്ടിയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കെട്ടുക. എന്നിട്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. എന്നിട്ട് നമ്മൾ അടുത്തതാണ് നിങ്ങൾ നോക്കേണ്ട കാര്യം. എന്നിട്ട് ഇതൊന്ന് നിങ്ങളിങ്ങനെ വലിച്ചെടുക്കണം. ഇപ്പോൾ കണ്ടോ ഇങ്ങനെ, അത് നമ്മൾ വെട്ടിയതിനെ കൊണ്ടാണ് കേട്ടോ. വെട്ടിയില്ലെങ്കിൽ ഇങ്ങനെയൊന്നും കിട്ടിയില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പൂവിൻ്റെ എഫക്റ്റ് കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെട്ടിയെടുത്തത്. ഇനി ഈ ഒരു തുമ്പ് കണ്ടോ, ഓരോന്നായിട്ട് അത് നമുക്ക് മുകളിലോട്ടാക്കി കൊടുക്കണം. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ചെറിയ പൂവിൻ്റെ എഫക്റ്റൊക്കെ ആയിട്ട് കിട്ടും. അങ്ങനെ നമ്മൾ ആക്കി കൊടുക്കുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു പൂവായിട്ട് കിട്ടും. എനിക്കിപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പൂവ് കണ്ടോ, നല്ല റൗണ്ടായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ കിട്ടുക നമുക്ക് നോക്കിയാലോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സൈഡ് കണ്ടോ, ഇതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ പശ തേച്ച് കൊടുക്കുക. ഇതെന്നോട് കുറച്ച് കൂടിപ്പോയതാണ് കേട്ടോ. കൂടിപ്പോയത് നിങ്ങൾ നല്ല ശ്രദ്ധിച്ചാക്കിക്കോ. എന്നോട് കൂടിപ്പോയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് കണ്ടോ. പിന്നെ മറ്റേ സൈഡും അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെ റൗണ്ടായിട്ട് കിട്ടിയത്. എനിക്കിങ്ങനെ റൗണ്ടായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് കുറേ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒരു വലിയ ബൊക്കെയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കളറൊക്കെ അടിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ ടിഷ്യൂ വെള്ളം എടുത്തതേ ഉള്ളൂ. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ നല്ലപോലെ ചെയ്താൽ ഞാൻ കുറച്ച് തിരക്കൂട്ടി ചെയ്തിട്ടാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്തായാലും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും അപ്പോൾ എല്ലാവർക്കും ബൈ.